ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ബ്രിട്ടൻ എന്ന രാജ്യത്തെ പറ്റിയാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവിടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഭരണവും മറ്റ് പല രീതിയിലും അവർ പല ആൾക്കാരെ ആകർഷിച്ചു അവിടെ കൊണ്ടുവന്നു. പിന്നീട് അവിടെ ഉണ്ടായ ഏറ്റവും വലിയ മാറ്റം എന്താണ്? ഇത് വളരെ സീരിയസ് ഇഷ്യൂ ആണ് ഈ പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ആ രാജ്യത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ. സംശയമില്ലാത്ത കാര്യം, ഇപ്പോഴാണ് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് ഇൻഫ്രാസ്ട്രക്ചർ അത്ര കാര്യമായിട്ട് പുരോഗമിക്കുന്നത്. അതിൽ നമ്മൾ 5G, അതായത് ടെലികോം രീതിയിൽ നമ്മൾ ലോകത്തെ മുഴുവനും കടത്തി വെട്ടിയേക്കുകയാണ്. അതായത് 5G എന്ന് പറഞ്ഞ ടെക്നോളജി നമ്മൾ തന്നെ ഇന്നോവേറ്റ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഈ 4Gയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ 5G സർവീസ് കൊടുക്കുക. ഇന്ത്യ മുഴുവനും ആയിട്ടില്ല, കാരണം ഇന്ത്യയുടെ ജനസംഖ്യ വളരെ കൂടുതലാണ്. ഇനി ബ്രിട്ടനിലോട്ട് പോകുക, എന്താണ് അവിടെ സംഭവിച്ചത്? പുതിയ ഡേറ്റ പുറത്തു വന്നു. ഗ്ലോബലായിട്ടുള്ള 1-2 പത്രങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഘടകം, കാരണം ഇന്ത്യയെ പല രീതിയിൽ കുറ്റം പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. എന്താണ് ബ്രിട്ടൻ എന്ന് പറയുന്ന റിച്ചായിട്ടുള്ളൊരു രാജ്യത്ത് സംഭവിച്ചത്? അപ്പം ലോകത്തെ ഡേറ്റയുമായിട്ടും മൊബൈൽ സർവീസുമായിട്ട് റേറ്റിംഗ് ഏജൻസികളുണ്ട്. കാരണം ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏജൻസിയുടെ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ലോകത്തെ ഡെവലപ്ഡ് ആയിട്ടുള്ള 57 രാജ്യങ്ങൾ കാരണം മുകളിൽ നിന്ന് താഴെ വരെ, അതിൽ 1-ാം സ്ഥാനം വരുന്നത് സൗത്ത് കൊറിയക്കാണ്. ഏറ്റവും നല്ല മൊബൈൽ സർവീസും അതേപോലെ ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസും ഡൗൺലോഡിങ് സ്പീഡ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന രാജ്യമാണ് സൗത്ത് കൊറിയ. ഇതിൽ 56-ാമത്തെ സ്ഥാനത്താണ് ബ്രിട്ടൻ. ആലോചിച്ച് നോക്കൂ, എന്തൊരു ഗതികെട്ട രീതിയിലാണ് ആ രാജ്യത്തിൻ്റെ പോക്ക് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ആ റേറ്റിംഗ് ഏജൻസി പറയുന്നത്, ആ ഏജൻസി കൃത്യമായ കണക്കുകൾ പറയുന്നുണ്ട്. അപ്പോൾ എക്കണോമിസ്റ്റിൻ്റെ ഈ കഴിഞ്ഞ ലക്കം നിങ്ങളെടുത്ത് വായിച്ച് നോക്കണം പറ്റുവാണെങ്കിൽ. അപ്പോൾ അതിനകത്ത് പറയുന്നത് ബ്രിട്ടൻ്റെ പല ഭാഗത്തും, അതായത് ഇൻ്റർനെറ്റ് ഉപയോഗിച്ചിട്ട് ഡൗൺലോഡ് ചെയ്ത്, അത് ഡേറ്റ ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഇത് വളരെയധികം സമയമെടുക്കുന്നു. അതായത് ഇത് സക്സസ്ഫുൾ ആകുന്നില്ല. മറ്റൊരു കണക്ക് പറയുന്നത് ബ്രിട്ടൻ്റെ പല ഭാഗത്തും, അതായത് പല കെട്ടിടങ്ങളിലും ചില ഭാഗത്തൊന്നും ഈ ഇൻ്റർനെറ്റ് മൊബൈലിൻ്റെ സർവീസ് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. ഇത്രയും വലിയ ജനസംഖ്യ ഒന്നും ഒരു ചെറിയ രാജ്യം, ആ രാജ്യത്തിൻ്റെ കണക്കാണിത് പറയുന്നത്. അതായത് അവിടുത്തെ മൊബൈൽ സർവീസ് ഇന്ത്യ എന്ന് പറഞ്ഞ് നമ്മുടെ ഇത്രയും ജനസംഖ്യ കൊണ്ട് ആലോചിച്ച് നോക്കുക, അവിടെ കംപ്ലീറ്റ് ആയിട്ട് ഡീറെയിലായിപ്പോയി. ഇത് വല്ലാത്ത ആശങ്ക ഉളവാക്കുന്ന സംഭവമാണ് ബ്രിട്ടനിൽ നിന്ന് വരുന്ന ഈ കണക്ക്. അപ്പം അതിനകത്ത് പറയുന്ന ചില ന്യായീകരണങ്ങളുണ്ട്, അതിലേക്കാണ് പോകുന്നത്. എന്താണ് അവരുടെ 5G സർവീസ് ഇത്രയും പ്രശ്നം ഉണ്ടാക്കാനുണ്ടായ കാരണം? കാരണം ബ്രിട്ടൻ മറ്റുള്ള എല്ലാ സാധനങ്ങളും ഓരോ രാജ്യങ്ങൾക്ക്, വിദേശ കമ്പനികൾക്ക് അവർ മുഴുവൻ ഔട്ട്സോഴ്സ് ചെയ്തു. ഈ 5G സർവീസിൻ്റെ എക്യുപ്മെൻറ്റ്സ് മുഴുവനും ചൈനീസ് കമ്പനി ആയിട്ടുള്ള ഹുവായ് എന്ന് പറഞ്ഞ കമ്പനിക്കാണ് ഇവർ മുഴുവനായിട്ട് കൊടുത്തത്. എക്യുപ്മെൻറ്റ്സ് മുഴുവൻ അവിടുത്തെ മേജറായിട്ടുള്ള സർവീസ് പ്രൊവൈഡേഴ്സ്, കാരണം ഇത് ടെൻഡറിൽ കൂടെ എടുത്തിട്ട് ഇത് അവർക്ക് പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. കാരണം ഓപ്പൺ ടെൻഡർ ആയിരുന്നു, അതിനാണ് അവർ സക്സസ് ആയത്. അതായത് ബാക്ക് ഡോർ അല്ല, ഫ്രണ്ടിൽ കൂടെ വന്ന് ലേലത്തിൽ പങ്കെടുത്ത് ഇവർക്ക് കൊടുത്തു. പിന്നീടുണ്ടായ സംഭവം, അമേരിക്ക ശക്തമായ രീതിയിൽ ബ്രിട്ടീഷ് പൊളിറ്റീഷ്യൻസിനോടും അവിടെ നയരൂപീകരണത്തോടും അവിടെ ഭരിക്കുന്നവരോടും ശക്തമായിട്ട് പ്രഷറൈസ് ചെയ്തു. ഈ സാധനം വെച്ച്, അതായത് ചൈനീസ് സാധനം വെച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് ബ്രിട്ടൻ്റെ പോലും നാഷണൽ സെക്യൂരിറ്റി അല്ല, എല്ലാവരുടെയും നാഷണൽ സെക്യൂരിറ്റിയെ ബാധിക്കും. സംഭവം സീരിയസ് ആയി. അതിൻ്റെ പേരിൽ 2027 അവിടെയുള്ള മേജറായിട്ടുള്ള സർവീസ് പ്രൊവൈഡേഴ്സ് മുഴുവനും ഈ ചൈനീസ് കമ്പനിയിൽ നിന്നും മാറി സ്വന്തമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് മറ്റുള്ള കമ്പനികളിൽ നിന്നും എക്യുപ്മെൻറ്റ്സ് മേടിക്കാൻ തീരുമാനിച്ചു. അതിന് ഏകദേശം 2 മുതൽ 2.5 ബില്യൻ്റെ ചിലവാണ്. അത് കൊടുക്കാൻ തൽക്കാലം ബ്രിട്ടൻ്റെ പണമില്ല. ആലോചിച്ച് നോക്കുക. കാരണം പെട്ടെന്ന് ഈ എക്യുപ്മെൻറ്റ്സ് എല്ലാം മാറ്റുക. അതായത് 2027 മാറ്റി 2030 പൂർണ്ണമായിട്ടും ചൈനീസ് കമ്പനികളെ ഒഴിവാക്കണം. ഇതാണ് ബ്രിട്ടൻ്റെ ക്യാബിനറ്റിൻ്റെ അവർ പാർലമെൻറ്റിൻ്റെ തീരുമാനം. കാരണം സെക്യൂരിറ്റിയെ ബാധിക്കുന്നു. ഇനി ആലോചിച്ച് നോക്കുക, ബ്രിട്ടൻ എന്ന് പറഞ്ഞ രാജ്യത്തെപ്പറ്റി പറയാം. 1827 ലോകത്തിൽ ആദ്യമായിട്ട് ടെലഗ്രാം, അത് പല രീതിയിൽ അത് ലോകത്ത് കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത രാജ്യമാണ് ബ്രിട്ടൻ. അത് ലോകത്തിലെ ആദ്യത്തെ ടെലികോം വിപ്ലവം കൊണ്ടുവന്ന രാജ്യമാണ് ബ്രിട്ടൻ. അത് കഴിഞ്ഞിട്ട് പിന്നെ പല ഭാഷയിലും അത് എൻക്രിപ്റ്റ് ചെയ്യുന്ന രീതിയിലോട്ട് മാറ്റിയെടുത്തു.
അതേപോലെ തന്നെ 1992 അതായത് നമ്മൾ ഈ മൊബൈൽ സർവീസൊക്കെ ഇറങ്ങിയ സമയത്ത് ആദ്യമായി ടെക്സ്റ്റ് മെസ്സേജ്, അതായത് നമ്മൾ ഈ SMS എന്ന് പറയുന്ന സംഭവം, ആ മെസ്സേജ് ലോകത്ത് കൊണ്ടുവന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത രാജ്യമാണ് ബ്രിട്ടൻ. അത്രമാത്രം പുരോഗതിയിൽ നിന്നും നിൽക്കുന്ന രാജ്യം, റിച്ചായ രാജ്യം, അവിടെ ഇൻ്റർനെറ്റ് ഈ സാധനം ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് മുഴുവൻ ആൾക്കാരുടെ കാര്യമല്ല. അതായത് അത്ര മോശം റിച്ച് രാജ്യങ്ങളിൽ, അതായത് സാമ്പത്തികമുള്ള രാജ്യങ്ങളിലും ചില ഡെവലപ്പിംഗ് രാജ്യങ്ങളെടുത്താൽ ഏറ്റവും മോശമായ സർവീസ് കൊടുക്കുന്ന രാജ്യമായിട്ട് ബ്രിട്ടൻ മാറി. ഇപ്പോൾ അവിടുത്തെ പുതിയ രീതി വന്നേക്കുവാണ്. പല 3-4 ടെലികോം പ്രൊവൈഡേഴ്സ് അവർ ഒരുമിച്ച് നിന്ന്, കാരണം ഇവർക്ക് ഇത്രയും പണമില്ല ഇത് താങ്ങാൻ വേണ്ടി, അവരൊരുമിച്ച് ജോയിൻറ്റ് കൺസോർട്ടിയമായിട്ട് പല പരിപാടികൾ ചെയ്യാൻ. കാരണം ഇത് വലിയൊരു എമൗണ്ടാണ് ഇവരുടെ ലൈബിലിറ്റി ആയിട്ട് വരാൻ പോകുന്നത്. മനസ്സിലാക്കുക. അപ്പോൾ ഇന്ത്യ എവിടെ നിൽക്കുന്നത്? അപ്പോൾ നമ്മൾ ഇന്ത്യ കുറ്റം പറയുമ്പോൾ സ്വന്തമായിട്ട് നമ്മൾ 5G ഡെവലപ്പ് ചെയ്തു, അത് ഇൻ്റഗ്രേറ്റ് ചെയ്തു, അത് 4G ആയിട്ട് 4G നിന്ന് 5Gയിലോട്ട് മാറ്റി. അത് പല ഭാഗത്തും പൂർണ്ണമായിട്ട് വന്നിട്ടില്ല, വരാൻ തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷെ ബ്രിട്ടനിൽ എന്തുകൊണ്ട് ഈ സാധനം എല്ലാം പുറത്തുനിന്ന് മേടിച്ച് കഴിഞ്ഞപ്പം ഇത് 4Gയിലോട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഇത്രമാത്രം ടവേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനും വേണ്ടി ഹ്യൂജ് ഒരു ചിലവാണ് വരുന്നത്. അവിടെയാണ് ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്ത് ഇന്ത്യയെ പറ്റി കുറ്റപ്പെടുത്തുന്ന പലർക്കും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഗ്രാജുവലി ആണ് ഇത് ഡെവലപ്മെൻറ്റ് കൊണ്ടുവന്നത്. അതായത് നമ്മുടെ സയൻറ്റിസ്റ്റുകളാണ്, നമ്മുടെ ടെലികോം എഞ്ചിനീയേഴ്സ് ആണെങ്കിലും ഇവരുള്ള പ്രൊവൈഡിങ് കമ്പനി ആണെങ്കിലും നമ്മളിത് സെൽഫായിട്ട് ഇന്നോവേറ്റ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് അത് ഇൻസ്റ്റാൾ ചെയ്ത് സർവീസ് പ്രൊവൈഡേഴ്സിന് കൊടുത്തു. ഇവിടെയാണ് ഈ വലിയ രാജ്യമായ ബ്രിട്ടനും ഇന്ത്യയും തമ്മിലുള്ള, കാരണം നമ്മൾ രണ്ട് രാജ്യത്തിലെ ജനസംഖ്യയായിട്ട് ഒരുമിച്ച് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. അത്രമാത്രം ജനസംഖ്യയാണ് നമ്മുടെ ഇവിടെ ഉള്ളത്. അത് അത്രമാത്രം സിറ്റികളുടെ അടുത്ത് ജനസംഖ്യ നിങ്ങൾക്കറിയാം. പക്ഷെ നമ്മൾ എത്രയോ മുമ്പിലാണ് ഈ രാജ്യത്തെ അപേക്ഷിച്ച്. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അമേരിക്കയിലാണ് ഇപ്പോഴ്. ഈ അമേരിക്കയുടെ ഗ്രാമപ്രദേശങ്ങളിലോട്ട് ഞാൻ പോയ സമയത്ത് ബൈ റോഡ് മൈലുകൾ ഏകദേശം 100-200 മൈലൊക്കെ ഈ ടെലികോം സാധനമില്ല. കാരണം അവിടെ ഉള്ളവർക്ക് ഇന്ന് ആവശ്യമൊന്നുമില്ല, റേഞ്ച് ഇല്ല. കാരണം എൻ്റെ 2 മൊബൈലും ഇൻ്റർനാഷണൽ റോമിങ്. അപ്പം ഈ നമ്മുടെ രാജ്യത്തെ കുറ്റം പറയുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഏറ്റവും വലിയ ഇന്നത്തെ ലോകത്ത് ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സാധനമില്ല, ജീവിക്കാൻ പോലും പറ്റത്തില്ല. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ്. ആ സംഭവം നമ്മുടെ രാജ്യം എവിടെ വരെ എത്തിയിരിക്കുന്നു, എത്രമാത്രം മുൻപോട്ട് കുതിക്കുന്നു. പക്ഷെ കമ്പയർ ചെയ്യുക ബ്രിട്ടനുമായിട്ട് നമ്മളെവിടെ എത്തി നിൽക്കുന്നു. കാരണം അത്രയും ജനസംഖ്യയില്ല, ഈ പറയുന്ന റിച്ചാണ്, നമ്മളെക്കാളും വളരെയധികം സാമ്പത്തിക സ്വാധീനമുള്ള രാജ്യമാണ്, ഇൻഫ്രാസ്ട്രക്ചർ ഉള്ള രാജ്യമാണ്. പക്ഷെ അവിടെ പ്രധാനപ്പെട്ട ഇൻഫ്രാസ്ട്രക്ചർ പൊളിഞ്ഞ് നാശമായി. കാരണം ആ രീതിയിലോട്ടാണ് പോകുന്നത്. കാരണം ഇവരൊക്കെ സുഖിയന്മാരായി മാറി. ഇവരവിടെ ഈ കാര്യങ്ങളൊന്നും അവിടെ ഡെവലപ്പ് ചെയ്യാതെ ചൈനയോട് പലതും മേടിച്ച് കഴിഞ്ഞ് ഇന്ന് അവർക്കത് അപ്ഗ്രേഡ് ചെയ്യാൻ പോലും വലിയ ഭയമാണ്. കാരണം അത്രമാത്രം പണം അവർക്ക് ചിലവാക്കേണ്ടി വരുന്നു. പക്ഷെ നമ്മൾ ഓരോന്ന് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത്, അതായത് 5G നമ്മളാണ് ഡെവലപ്പ് ചെയ്തത്. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യമാണ്, ഈ ഡെവലപ്പിംഗ് രാജ്യമാണ് 5G ഡെവലപ്പ് ചെയ്തത്. എന്നിട്ടാണ് നമ്മളിത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, 4Gന്ന് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ രാജ്യം അവിടെ നിൽക്കുന്നു. അപ്പം ഞാനിപ്പം അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് തന്നെ പറയുകയാണ്, ഇവിടത്തെക്കാളിലും ഇവിടെ ആകെ 37-36 കോടിയുള്ള ജനസംഖ്യ, നമുക്ക് 140 കോടിയാണ്. ഇവിടത്തെക്കാളും നെറ്റ്വർക്ക് നമ്മുടെയാണ് നല്ലത്. പക്ഷെ നമ്മൾ ഡൗൺലോഡിങ് സ്പീഡ് പല സിറ്റികളും, ബാംഗ്ലൂരാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ചില സിറ്റികൾ അതിന് വളരെ ഫാസ്റ്റായിട്ടാണ് പോകുന്നത്. പക്ഷേ അമേരിക്ക എന്ന് പറഞ്ഞ് പല ഹോട്ടലിലും ഞാൻ താമസിച്ചു, ഇതിനേക്കാളും ഫാസ്റ്റ് തന്നെയാണ് ബാംഗ്ലൂരുള്ള എൻ്റെ വീട്ടിലും ഡൽഹിയിലുള്ള വീട്ടിലും ഈ ഡേറ്റ ഡൗൺലോഡ് ചെയ്യാൻ. ഞാൻ കൃത്യമായിട്ടങ്ങ് പറയുക. അപ്പം ഇതിനേക്കാളും ഫാസ്റ്റായിട്ടാണ് നമ്മൾ പോകുന്നത്. അത്രമാത്രം മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഇന്ത്യ എന്ന് പറഞ്ഞ മഹാരാജ്യത്തിന് സംഭവിച്ചു. അപ്പോൾ ഇതിൻ്റെ പൂർണ്ണമായിട്ട് വിവരങ്ങൾ നിങ്ങളെടുത്ത് വായിച്ച് നോക്കിയാൽ പൂർണ്ണമായിട്ട് ഡേറ്റ കിട്ടും. നമ്മൾ എവിടെ നിൽക്കുന്നു? ഒരിക്കൽ നമ്മളെ ഭരിച്ചവരാണ് ബ്രിട്ടീഷുകാർ. ആ രാജ്യത്തിന് പുതിയ രീതിയിലോട്ട് കോപ്പപ്പ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിട്ട് മാറുന്നു. ഇതാണ് ഈ വീഡിയോയുടെ ഉള്ളടക്കം.